നാലാഞ്ചിറയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വീട്ടമ്മയെ കഴുത്തറുത്തുകൊന്ന സംഭവത്തിന് പിന്നിൽ കുടുംബ വഴക്കാണെന്ന പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. 36 വയസ്സുള്ള ഹസീന ബീവിയാണ് ഇന്ന് പുലർച്ചെ കൊല്ലപ്പെട്ടത്. മേഘന മുരളിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. മേഘന, അല്പസമയം മുമ്പ് നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. എന്താണ് ഇതിന്റെ പ്രകോപന കാരണം? അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ അറിവായിട്ടുണ്ടോ? മേഘന, കേൾക്കാമെങ്കിൽ ഇതിപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ട്. മക്കളുടെ മുന്നിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് എന്നുകൂടി അറിയുന്നു വിവരങ്ങൾ. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. അതിൽ മണ്ണന്തല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മക്കളുടെ മുന്നിൽ വെച്ച് 4 മക്കളുടെ മുന്നിൽ വെച്ചാണ് അമ്മയെ കഴുത്തെറുത്ത് കൊന്നത് എന്നുള്ളതാണ്. 36 വയസ്സുള്ള ഹസീനയാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ഇവർ വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇന്ന് പുലർച്ചയോടുകൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ മക്കളുടെ മുന്നിൽ വെച്ച് തന്നെ കഴുത്തറുത്ത് കൊല്ലുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ലഭിക്കുന്ന വിവരം. അതിൽ ഈ സുരേഷ് ഇലക്ട്രീഷ്യനാണ്. ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. കാറിൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് മക്കളുടെ തന്നെ മൊഴി. കൂടാതെ 4 മക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർ തന്നെയാണ് മണ്ണന്തല പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയും ചെയ്തത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഹസീനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിക്കുന്നത്. കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഹസീനയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കുടുംബ വഴക്കാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വട്ടിയൂർക്കാവ് സ്വദേശിയായിട്ടുള്ള സുരേഷ് ആണ് കൊലപാതകം നടത്തിയത്. ഇലക്ട്രീഷ്യനാണ്. ഒളിവിൽ പോയി എന്നുള്ളത് കൂടി ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട്. ശരി, മേഘനയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരം നാലാഞ്ചിറയിൽ സംഭവിച്ചത്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ കൊലപാതകം ഉണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.